ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളുടെ ഇന്നത്തെ ടോപ്പിക് ഇപ്പോൾ വളരെ അധികം കോൺട്രവേഴ്സിയിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്ന സൂംബ ഡാൻസിന്റെ ടോപ്പിക്കാണ്. എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ അല്ലേ? സൂംബ ഡാൻസ് കേരളത്തിലെ സ്കൂളുകളിൽ വേണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി അടക്കമുള്ള ആളുകൾ മുൻപോട്ട് വരികയും എന്നാൽ അതിനെ എതിർത്തുകൊണ്ട് കുറച്ച് ആളുകൾ മുൻപോട്ട് വരികയും ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അറ്റ് പ്രസന്റ് ആ ഒരു കോൺട്രവേഴ്സി വളരെ അധികം ചൂട് പിടിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം തന്നെ നോക്കാം, എന്താണ് ഈ സൂംബ ഡാൻസ്. സൂംബ ഡാൻസ് എന്ന് പറഞ്ഞാൽ വളരെ ഹൈ എനർജിയിൽ ചെയ്യുന്ന ഒരു എക്സസൈസ് പ്രോഗ്രാമാണ് സൂംബ ഡാൻസ്. സൂംബ ഡാൻസ് ചെയ്യുമ്പോൾ നമുക്ക് എക്സസൈസ് ചെയ്യുകയാണെന്ന് തോന്നില്ല. അഥവാ മറ്റുള്ള വ്യായാമങ്ങളൊക്കെ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് തോന്നും അതൊരു വ്യായാമം ചെയ്യുകയാണെന്ന് തന്നെ തോന്നും. എന്നാൽ സൂംബ ഡാൻസ് വളരെ നമുക്കൊരു ഫണ്ണി ആയിട്ട് ഹാപ്പി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് സൂംബ ഡാൻസ്. സൂംബ ഡാൻസ് ചെയ്യുമ്പോൾ ഇന്റർനാഷണൽ മ്യൂസിക്സ് ആണ് കൂടുതലും ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് വരുന്നത്. വളരെ മനോഹരമായിട്ടുള്ള കൊറിയോഗ്രഫി ഒക്കെ കൊടുത്തിട്ടാണ് സൂംബ ഡാൻസ് ചെയ്യാറ്. ഇക്കഴിഞ്ഞ ദിവസങ്ങളിലാണ് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി സൂംബ ഡാൻസ് സ്കൂളുകളിൽ നടത്തിയാൽ നല്ലതാണ് എന്നുള്ള ഒരു ആശയവുമായിട്ട് മുൻപോട്ട് വരുന്നതും അതിനെ നമ്മളുടെ ഗവൺമെന്റ് അനുകൂലിക്കുകയും ചെയ്തത്. അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വലിയൊരു പ്രോഗ്രാം ഒക്കെ തന്നെ തിരുവനന്തപുരത്ത് നടത്തിയിരുന്നു. ഇത് കുട്ടികളുടെ ഈ ഒരു സൂംബ ഡാൻസ് നടത്തുന്നത് മുഖാന്തരം കുട്ടികളുടെ സ്ട്രെസ് ലെവൽ കുറയ്ക്കാനും ഒക്കെ ഇത് ഹെൽപ്പ് ചെയ്യും എന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങനൊരു ആശയവുമായിട്ട് മുൻപോട്ട് വന്നിരിക്കുന്നത്. എന്നാൽ ഇതിനെ എതിരായിട്ട് ഇപ്പോൾ TK അഷ്റഫ് എന്ന് പറയുന്ന ഒരു നേതാവും അധ്യാപകനും ആയിട്ടുള്ള ഒരു അധ്യാപകൻ മുൻപോട്ട് വന്നിരിക്കുകയാണ്. ഇതിന്റെ യാതൊരു ആവശ്യവും സ്കൂളുകളിലില്ല എന്ന് പറഞ്ഞുകൊണ്ടും അതുപോലെ കുട്ടികൾക്ക് ഗുണപരമായ വിദ്യാഭ്യാസം കൊടുക്കാനായിട്ടാണ് സ്കൂളിലേക്ക് വിടുന്നത്, അല്ലാതെ ഇങ്ങനെ ഡാൻസ് കളിക്കാനൊന്നുമല്ല എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം മുൻപോട്ട് വന്നിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് മറ്റ് പല അധ്യാപകർക്കും ഇങ്ങനെ ഒരു അഭിപ്രായം ഉണ്ട് എന്നും എന്നാൽ അവരാരും അത് പറയാനുള്ള മടി കൊണ്ടാണ് പുറത്തോട്ട് പറയാത്തതെന്നും എന്നാൽ ഇദ്ദേഹത്തിന് അത് പുറത്തു പറയാനൊരു മടിയുമില്ല. അതുകൊണ്ട് തന്നെ ഗുണപരമായ എഡ്യൂക്കേഷൻ മാത്രം മതി സ്കൂളിൽ നിന്ന്, മറ്റുള്ള ഡാൻസിന്റെ ഒന്നും ആവശ്യമില്ല എന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. അതുപോലെ അഥവാ അങ്ങനെ വേണം എന്നുണ്ടെങ്കിൽ കായിക അധ്യാപകരെ കൂടുതൽ നിയമിച്ചുകൊണ്ട് അവർ പ്രൊവൈഡ് ചെയ്യുന്ന എക്സസൈസസും കാര്യങ്ങളും മതി കുട്ടികൾക്ക് സ്കൂളിൽ. അത് സ്ട്രെസ് കുറയ്ക്കാൻ ഹെൽപ്ഫുൾ ആയിരിക്കും. അതുകൊണ്ട് കായിക അധ്യാപകരെ കൂടുതലായിട്ട് നിയമിച്ചുകൊണ്ട് അവരുടെ ശിക്ഷണത്തിലുള്ള ട്രെയിനിങ്സും എക്സസൈസസും മാത്രം മതി എന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. എന്തായാലും ഇപ്പോഴും നമ്മളുടെ വിദ്യാഭ്യാസ മന്ത്രി ഈ ഒരു തീരുമാനവുമായിട്ട് തന്നെ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സൂംബ ഡാൻസ് വേണം എന്നുള്ള ഒരു തീരുമാനവുമായിട്ട് തന്നെയാണ് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും ഈ ഒരു കോൺട്രവേഴ്സി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. ഇതിനെപ്പറ്റി എന്താണ് നിങ്ങളുടെ അഭിപ്രായം? സൂംബ ഡാൻസ് വേണമെന്നാണോ അതോ അത് ആവശ്യമില്ല എന്നാണോ? എനിവേ, നിങ്ങളുടെ അഭിപ്രായം കോമന്റ് സെക്ഷനിൽ ഒന്ന് അറിയിക്കുക. അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൺ കൂടി ഒന്ന് ഓൺ ആക്കിയേക്കുക. എങ്കിൽ മാത്രമേ ഞാനിനിയും വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.